സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഇമൂസാമ നമ്മുടെ മെറിജോ വിട്ട് നമ്മുടെ എൽബാഫിലേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകുന്നുണ്ട്. പക്ഷേ ആ ഒരു ടൈമിൽ നമ്മുടെ മെറിജോ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്ക് കാണാം കുറച്ച് തീ പിടിച്ച് കത്തി തകർന്ന ബിൽഡിങ്സ് ഒക്കെ. സോ അവിടെ എന്താണ് നടന്നിട്ടുണ്ടാവുക, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. സോ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചലഞ്ചിൻ്റെ 27ാമത്തെ ദിവസമാണ് ഇന്ന്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇപ്പോൾ ഇനി ഇത്രയും കൂടി വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് 8K എങ്കിലും നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് അടിക്കാൻ പറ്റും. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം നമ്മുടെ വൺ പീസിലെ ഒരു മേജർ പവർ ഹൗസസ് എന്നായിരുന്നു നമ്മുടെ ഹോളി നൈറ്റ്സ് അറിയപ്പെട്ടിരുന്നത്. സോ അവരിപ്പോൾ എൽബാഫിലേക്ക് വരികയും അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷേങ്കിൽ അവർക്ക് അവിടെ കൊടുത്തിരുന്ന മിഷൻ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമൂസാമയ്ക്ക് അവിടേക്ക് പോകേണ്ടിയും വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ അതേസമയം നമ്മുടെ മെറിജോയിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ആ ടൈമിലാണ് നമ്മുടെ ഇമൂസാമ നമ്മുടെ ഷെംറോക്കിനെ തിരിച്ച് വിളിക്കുന്നത് മെറിജോ മുഴുവൻ വൈറലാണെന്നും പറഞ്ഞു. സോ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഇത് നമ്മുടെ ബ്ലാക്ക് ബീഡ് അല്ലെങ്കിൽ ഡ്രാഗൺ ഇവരിൽ ആരെങ്കിലും ഒരുത്തരായിരിക്കും അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്ന്. ഇതിൽ ഏറ്റവും ചാൻസ് കൂടുതലും നമ്മുടെ ഡ്രാഗന് തന്നെയാണ്. കാരണം നമുക്കറിയാം നമ്മുടെ ഡ്രാഗൺ ഓൾറെഡി മെറിജോ അറ്റാക്ക് ചെയ്തതാണ്. ആ ടൈമിൽ നമ്മുടെ സെലസ്റ്റിയൽ ഡ്രാഗൺസിനുള്ള ഫുൾ സപ്ലൈ ഒക്കെ നമ്മുടെ ഡ്രാഗൺ ഇല്ലാതാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ മെറിജോയിലെ സിറ്റുവേഷൻ വളരെ ബാഡാണെന്നൊക്കെ നമ്മുടെ ഡ്രാഗന് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രാഗൺ തന്നെയായിരിക്കും അല്ലെങ്കിൽ റെവല്യൂഷണറി ആർമി തന്നെയായിരിക്കും നമ്മുടെ മെറിജോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇനിയിപ്പോൾ അവരാണ് അറ്റാക്ക് ചെയ്തതെങ്കിൽ നമുക്ക് ഉടൻ തന്നെ നമ്മുടെ മെറിജോയിലെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ചാപ്റ്ററിൽ ഒരു പക്ഷേ നമ്മുടെ മെറിജോയിലെ കാര്യങ്ങളായിരിക്കും കവർ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് തിയറി കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മുടെ മെറിജോയിൽ ആരൊക്കെ ആയിരിക്കും വന്നിട്ടുണ്ടാവുമെന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ആ കാക്കയുടെ എബിലിറ്റിയുള്ള ഒരു ക്യാരക്ടർ, എന്നോട് ആ ക്യാരക്ടർ പേര് മറന്നുപോയി, ഒന്ന് ആ ക്യാരക്ടർ, പിന്നെ നമ്മുടെ സാബോ, പിന്നെയാണ് നമ്മുടെ ഡ്രാഗൺ. ഇവർ 3 പേരും ചേർന്നായിരിക്കും നമ്മുടെ മെറിജോ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെയാണ് എല്ലാവരും പറയുന്നത്. കാരണം ഇവർ 3 പേരും നമ്മുടെ റവല്യൂഷണറി ആർമിയിലെ സ്ട്രോങ്ങസ്റ്റ് മെമ്പേഴ്സാണ്. സാബോ ഓൾറെഡി വന്ന് നമ്മുടെ മെറിജോയിലും നമ്മുടെ ഇമൂസാമയുടെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാബോ ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. പിന്നെ നമ്മുടെ ഡ്രാഗൺ, ഈ ഒരു മൊമെൻറ്റിലായിരിക്കും നമ്മുടെ ഡ്രാഗൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ചിലരൊക്കെ പറയുന്നത് നമ്മുടെ ഡ്രാഗൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ വിൻ ബേസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പവർ ആയിരിക്കും എന്നാണ്. ഒരു പക്ഷേ അത് സത്യമാവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ മെറിജോയിലെ കാര്യങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ ഡ്രാഗൻ്റെ എബിലിറ്റി എന്താണെന്ന് കാണാൻ കഴിയും. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് മെറിജോയിൽ മിനിമം 2 അഡ്മിറൽസ് എങ്കിലും ഉണ്ടാവുമെന്ന്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ 2 അഡ്മിറൽസിന് പോലും നമ്മുടെ ഡ്രാഗനെയും അതുപോലെ തന്നെ റെവല്യൂഷണറി ആർമീനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഷെംറോക്കിനെ അവിടത്തേക്ക് വിളിച്ചത്. അതുമാത്രമല്ല മറ്റുള്ള ഹോളി നൈറ്റ്സ് മെമ്പേഴ്സും അവിടെ ഉണ്ടായിരുന്നു. എൽബാഫിലേക്ക് വെറും 2 പേരായിരുന്നു ആ ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡ്രാഗൻ്റെത് ഒരു ഗോഡ് ഫ്രൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്, അതും വളരെ ബ്രോക്കൺ ആയിട്ടുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വൺ പീസിൽ 2 ഗോഡ് ഫ്രൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഒരു പക്ഷേ നമ്മുടെ ചോപ്പറിൻ്റെ ഡബിൾ ഫ്രൂട്ട് ഒരു ഗോഡ് ഫ്രൂട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതിലേക്കുള്ള ചെറിയ ഹിൻസൊക്കെ ഇപ്പം നമ്മുടെ ഓട നൽകിയിട്ടുമുണ്ട്. സോ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മെറിജോയിലെ സംഭവങ്ങളൊക്കെ കവർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡ്രാഗൻ്റെ പവർ റിവീൽ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് സീക്രട്സും റിവീൽ ആവാൻ ചാൻസ് ഉണ്ട്. സോ ഇതിനൊക്കെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുക. സോ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു സമയത്ത് കാണുന്നവരെ ബൈ ബൈ.